الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടില് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യം, അവതരണം കൊണ്ട് വസ്തുതയാണ് അല്ലെങ്കിൽ സത്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം നമ്മൾ പത്രത്തിൽ കണ്ടു. നോട്ടേ വിട എന്ന ഒരു പരസ്യം കണ്ടപ്പോ സത്യത്തിൽ പലരും അത് വിശ്വസിച്ചത് പോയത് ഇന്നത്തെ കാലത്തിന്റെ ഒരു സമീപനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും തോന്നിപ്പിക്കുന്നതിനെയാണ് സത്യാനന്തര കാലം എന്ന് പറയാം. ഈ കാലത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ ഒരാളെ പ്രശ്നക്കാരനായി കാണുന്ന സാഹചര്യമാണ് എന്നുള്ളത്. കാരണം മനുഷ്യരുടെ മനസ്സ് അങ്ങനെ മാറ്റാനുള്ള കുടിലമായൊരു ശ്രമം ഇന്ന് സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുവാൻ പറ്റും. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാധ്യമങ്ങളുടെ പരിശോധിച്ചാൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് പറയാനാണ്. യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല എന്നൊരു സത്യം ആരെങ്കിലും പറഞ്ഞാൽ അയാളെക്കുറിച്ച് ഇന്നിന്റെ സാമൂഹിക നിർമ്മിതി എന്ന് പറയുന്നത് അയാൾ കാലത്തിന് യോജിക്കാത്തവനാണ് എന്നാണ്. അതുപോലെ
സ്ത്രീയും പുരുഷനും തുല്യരല്ല, അവർക്ക് രണ്ട് പ്രകൃതമുണ്ട് എന്ന് പറഞ്ഞാലും ഇതേ അവസ്ഥയാണ്. അന്യപുരുഷനും അന്യ സ്ത്രീകളും മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പാടില്ല എന്ന ഇസ്ലാമികമായ തത്വം പറഞ്ഞാൽ ഇന്ന് ചാനലുകളിലെ പ്രൈം ടൈം ഡിബേറ്റുകളായി അത് മാറുകയാണ്. ഈ ഒരു ആശയത്തെ നമ്മൾ ശരിക്കൊന്ന് വിലയിരുത്തണം. കാരണം സത്യത്തെ അസത്യമായി ചിത്രീകരിക്കുക, അസത്യമാണ് സത്യമെന്ന് ദ്യോതിപ്പിക്കുന്ന രീതിയിൽ യാതൊരുവിധ ലജ്ജയുമില്ലാതെ പ്രചരിപ്പിക്കുക എന്നുള്ളത് വലിയ കാര്യം. ഇപ്പൊ കുറച്ചു ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനുഷ്യ ജീവിതത്തിലെ ജീവൽ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചാനലുകളും പത്രങ്ങളും ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ജീവനോടെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ അമ്മാവന്മാരെ കുറിച്ച് വാർത്തകൾ നമ്മൾ വായിച്ചു. ഇതെന്തുകൊണ്ടാ ഉണ്ടാകുന്നത് എന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ വിവാഹം കഴിക്കുന്ന രംഗം അവതരിപ്പിക്കുന്ന അധ്യാപകർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇന്ന് സൊസൈറ്റിയിലുണ്ട്. ഇത് ഇന്ന് ചർച്ച ചെയ്യാൻ ആളുകൾ ഇല്ല. ബാംഗ്ലൂരിൽ ആ സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇതാരും ചർച്ച ചെയ്യുന്നില്ല. കാമുകിയെ ക്രൂരമായി കൊല ചെയ്യുകയും അവളുടെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന യുവാക്കൾ ഉണ്ടാകും. അതിനെന്താ കാരണം? അത് പഠിക്കാനോ അതിനെ പരിഹാരം നിർദ്ദേശിക്കുവാനോ ഇന്ന് ആളുകളില്ല. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഭാര്യമാരുണ്ടാകുന്നു. ഭാര്യയുടെ പീഡനം സഹിക്കവയ്യാതെ താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന ഭർത്താക്കന്മാരെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാകുന്നു. എന്താണ് ഈ സൊസൈറ്റിക്ക് പറ്റിയത്? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അർദ്ധനഗ്നയായ 19-കാരിയെ കഴുത്തിൽ കയറ് മുറുക്കിയ നിലയിൽ ഉറുമ്പരിക്കുന്ന അവസ്ഥയിലും എന്തുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്? അയൽപ്പക്കത്ത് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ ഉണ്ടായതുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായത് എന്ന അന്ധവിശ്വാസത്തിൽ പ്രചോദിതമായി 3 പേരെ കൊന്നു. ഇതൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാൻ ആരുമില്ല. മദ്യ ഫാക്ടറി എന്നുള്ളത് ഇന്നൊരു പ്രശ്നമേ അല്ല. ഇന്ന് വഖഫ് ബില്ല് അതാർക്കും ചർച്ചയല്ല. എന്നാൽ ഒരു സ്ത്രീ പുരുഷന്റെ ഒരു വിഷയം ഇവിടെ വന്നാൽ അത് ഏകപക്ഷീയമായി നിരന്തരം ചർച്ച ചെയ്തതിന്റെ ഫലമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഇതിന്റെ ഒരു ഗൗരവം, നമുക്ക് തന്നെ ഇതിന്റെയൊക്കെ ഗൗരവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതും അതാണ്, അല്ലെ? ഇന്ന് ആഘോഷങ്ങളുടെ, വിവാഹങ്ങളുടെ മറവിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മിങ്കിളിങ്ങിന്റെ ദുരന്തം, അവർ ഒന്നിച്ചിടകലർന്ന് ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്തതിന്റെ പ്രയാസം ആ കുടുംബത്തിന്റെ കണ്ണീരായി അവശേഷിക്കുമ്പോഴും ആർക്കും അത് ചർച്ചയല്ല. അത് മറ്റുള്ളത് പുരോഗമനമാണ്. മഹറമായ ഒരാളുടെ കൂടെ യാത്ര ചെയ്യാവൂ എന്ന് പറയുമ്പോ മഹറമല്ലാത്തവന്റെ പിന്നാലെ ദീർഘമായി ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു മടിയുമില്ല. ബാച്ച് സംഗമങ്ങളാണ്, അല്ലെ? ബാച്ച് സംഗമങ്ങളുടെ പേരിൽ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. വ്യായാമത്തിന്റെ പേരില്, അതുപോലെ ടൂറിന്റെ പേരില്, ഇങ്ങനെ തുടങ്ങി ധാരാളം ഉദാഹരണങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ അവരുടെ സംസ്കാരം തന്നെ വിട്ടകന്ന് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു ചിന്തക്ക് പിന്നാലെ കടന്നു പോകുന്നു. യഥാർത്ഥം പറയുന്നവന് ഇവിടെ വിഡ്ഢിയാണ്, അല്ലെങ്കിൽ കാലത്തിന് യോജിക്കാത്തവനാണ് എന്ന് പറയപ്പെടുന്നു. ഈ ഒരു ചിന്ത സഹോദരങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാകണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്. സമൂഹമുണ്ടാക്കുന്ന ഇത്തരം തെറ്റായ ചിന്താഗതികൾക്ക് ഞാനും എന്റെ കുടുംബവും വശംവദമായിക്കൂടാ
എന്റെ സൊസൈറ്റി യഥാർത്ഥ ദിശയിൽ സഞ്ചരിക്കുന്നവരാകണം എന്നത് നമുക്കുണ്ടാവണം. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇവർ ഉണ്ടാക്കുന്ന പൊതുബോധം ഇങ്ങനെയാണ് വേണ്ടത് എന്ന ഈ ഒരു ബോധവും മതവും തമ്മിലുള്ള വേർതിരിവ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനം ഇന്ന് സൊസൈറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ, ഒരാൾ ആണാണ് പെണ്ണാണ് എന്ന് ഈ പുതിയ കാലത്തെ തലമുറയെ പഠിപ്പിക്കപ്പെടുന്നത് അവർ ജീവിച്ച് കുറെ കാലം കഴിയുമ്പോൾ അവന് തോന്നണം, ഞാൻ ആണായിട്ട് ജീവിക്കണോ പെണ്ണായിട്ട് ജീവിക്കണോ മൃഗമായി ജീവിക്കണോ. അത് അവന്റെ ഒരു സാമൂഹിക നിർമ്മിതിയാണ്. സമൂഹത്തിൽ നിന്ന് അവന് കിട്ടുന്നത് അവന്റെ വിവരമാണ് എന്നാണ് ഇന്നത്തെ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പാശ്ചാത്യൻ ഇന്നത് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, പുതിയ ഭരണാധികാരികളൊക്കെ പുതിയ നിയമം തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഇതിപ്പോഴും ഇങ്ങനെ തന്നെ പഠിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇതാണ് സാമൂഹിക നിർമ്മിതിയെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരാൾ ജനിച്ചു വീണാൽ അവൻ ആണാണോ പെണ്ണാണോ എന്ന് അവന് തീരുമാനിക്കേണ്ടതില്ല, സൊസൈറ്റിയിൽ നിന്നാണ് അവൻ തീരുമാനിക്കുക. ഇതൊരു പുതിയ തിയറിയാണെങ്കിൽ ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബൈ ബർത്ത്, അവൻ ജനിക്കുമ്പോഴാണ് അവൻ ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കേണ്ടത്. അതോടുകൂടി തീരുമാനമായി. അല്ലാതെ സൊസൈറ്റിയിൽ അവൻ മിങ്കിൾ ചെയ്യുന്ന, അവന് വിവരം കൊടുക്കുന്ന, അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ആരുടെയോ ഉരക്കല്ലിൽപ്പെട്ട് ഞാൻ ആണാണ് സംശയിച്ചു പോകുന്ന, പെണ്ണാണെന്ന് സംശയിച്ചു പോകുന്ന, ഇത് രണ്ടുമല്ല ഞാനൊരു മൃഗമാണെന്ന് സംശയിച്ചു പോകുന്ന ഒരവസ്ഥ മനുഷ്യരുണ്ടാകാൻ പാടില്ല. ഖുർആൻ പറയാം, യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ അവൻ സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇണയെയും സൃഷ്ടിച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അവർ ഇരുവരിൽ നിന്നായി ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിനെ കുറിച്ചും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചും നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, റഹ്മാനായ റബ്ബ് എല്ലാം കണ്ടും അറിഞ്ഞുമിരിക്കുന്നവരാണ്. ഇതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ചെറുപ്പക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എവിടെ നിൽക്കുന്നു എന്ന ആ കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് അവന്റെ ജെൻഡറിനെ പോലും ചിന്തിക്കേണ്ടത്. രണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർ വിപരീതമാണ്. ആണും പെണ്ണും സമമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ നിസ്സാരമായി കണ്ടതുകൊണ്ട് കാര്യമില്ല, അടുത്ത തലമുറയെ ബാധിക്കുന്ന കഠിനമായ വിഷയമാണ്. ആണും പെണ്ണും സമത്വമാണ്, തുല്യമാണ്. യഥാർത്ഥത്തിൽ അതാണ് സൊസൈറ്റിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് സമത്വം ഒരുപോലെയാണ് എന്നതിനേക്കാൾ ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ഒരു മനുഷ്യന് നൽകിയിട്ട് പുരുഷനാണെങ്കിൽ അവന്റെ നീതിയും സ്ത്രീയാണെങ്കിൽ അവൾക്ക് ലഭിക്കേണ്ടുന്ന നീതിയുമാണ് മുന്നോട്ട് വെക്കുന്നത്. നീതിയാണ് മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ സ്വത്തവകാശം രണ്ടു കൂട്ടർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ലിർരിജാലി നസീബും മിമ്മക്തസബു, ഒരു പുരുഷൻ അധ്വാനിച്ചതിന്റെ വിഹിതം അവനുണ്ട്. അതുപോലെ വലിന്നിസാഇ നസീബും മിമ്മക്തസബ്ന, ഇത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു പുരുഷന് ബാധ്യത ആയിക്കൊണ്ടാണ് ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ സ്ത്രീക്ക് അനന്തരാവകാശ സ്വത്ത് സമ്മാനമായിക്കൊണ്ടാണ് ഇസ്ലാം നൽകുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഉത്തരവാദിത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമമായതുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. കാരണം രണ്ടും രണ്ട് പ്രകൃതമാണ് എന്ന് അംഗീകരിക്കുമ്പോഴേ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ക്രമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത് സഹോദരങ്ങളെ, ഇസ്ലാമിൽ സ്ത്രീ പുരുഷ ശരീരം അല്ലെങ്കിൽ സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവരുടെ ശരീരം തുറന്നു വെക്കുന്നതിലൂടെയല്ല ലഭിക്കുന്നത്, മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലൂടെയാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന കാഴ്ചപ്പാട് എന്താ? അവൾക്ക് വസ്ത്രം ധരിക്കേണ്ടതില്ല, അതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅദീൻ, മാന്യമായ വസ്ത്രം
സ്ത്രീയോട് ധരിക്കാൻ വേണ്ടി അല്ല പറഞ്ഞു. അത് നിന്നെ ആ സമൂഹത്തിൽ നിന്റെ പേഴ്സണാലിറ്റി അറിയപ്പെടുവാൻ വേണ്ടി, നിന്നെ അറിയുവാനും നീ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാനും ഏറ്റവും നല്ലത് അതാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് സൊസൈറ്റിയിൽ എന്താ കാണുന്നത്? ഈ ഒരു സ്വാതന്ത്ര്യവും അല്പവസ്ത്രവും അവരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതാണ് ആ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ്. നാലാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, ഇസ്ലാമിൽ സ്ത്രീകൾ ഒറ്റപ്പെടുന്ന സന്ദർഭം ബോധപൂർവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഒറ്റപ്പെടാൻ പാടില്ല. എന്നാൽ ഇവിടെ സൊസൈറ്റിയിൽ പറയുന്നത് ആണുങ്ങളെ പോലെ തന്നെ അവൾക്കും അതേ സ്വാതന്ത്ര്യം നൽകി അവർ വിഹരിക്കണം എന്നാണ്. വിഹരിച്ചവരൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ സൊസൈറ്റി, ഈ സമൂഹത്തിലെ ഓരോ കുടുംബവും വേദനിക്കുമ്പോൾ അല്ല പറയാം, നീ അതിന് നിനക്കുള്ള അവസ്ഥയല്ല നിന്റെ സൃഷ്ടിപ്പിലുള്ളത്. അല്ല പറഞ്ഞു, ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒന്നിച്ചായാൽ അവിടെ മൂന്നാമനായി പിശാചുണ്ടാകും. അതുകൊണ്ട് നീ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ നിനക്ക് സുരക്ഷിതത്വമുള്ള നിന്റെ മഹറമായ ഒരാളുടെ കൂടെ നീ ഉണ്ടാവണം എന്നാണ്. റഹ്മാൻ, അള്ളാഹുവിന്റെ അദ്കാറുകളിൽ നിന്ന് ഒരാൾ അവന്റെ മനസ്സിനെ പിന്മാറ്റിക്കളഞ്ഞാൽ, അവൻ ദീനില്ലാത്തവനായാൽ അവന്റെ കൂടെ പിശാചുണ്ടാകും, അവനായിരിക്കും പിന്നെ അവന്റെ ഉപദേശകൻ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതത്വം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം എന്നുള്ളത് പിതാവിന്റെ കൂടെ മഹറമായ ഒരാളുടെ കൂടെ യാത്ര ചെയ്യലാണ്. അത് നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷിക്കലാണ്. ഇത് പറയുമ്പോൾ സ്ത്രീയെ കെട്ടിപ്പൂട്ടി വെക്കുന്നവളാണ് എന്ന് പറയും. എന്നിട്ടൊരു ഉദാഹരണം പറയും. എന്താ ഉദാഹരണം അറിയോ? നാട്ടില് പേപ്പട്ടി ഉണ്ടെങ്കിൽ ആ പേപ്പട്ടിയെ അല്ലേ കൊല്ലേണ്ടത്? ആ കടിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരൊക്കെ കൊല്ലണോ? അല്ലെ? ഏതെങ്കിലും ഒരു പുരുഷന് ഒരു തെറ്റായ ചിന്ത ഉണ്ടെങ്കിൽ ആ പുരുഷനെ അല്ലേ നിയന്ത്രിക്കേണ്ടത്? സ്ത്രീ എന്നിട്ടും ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കണം. എന്തെങ്കിലും ആണുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ തല്ലിക്കൊല്ലണം എന്നിടത്താണ്. എന്നാൽ ഇസ്ലാമിന്റെ നിയമം നമ്മൾ നന്നായി പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, രണ്ട് കൂട്ടർക്കും നിയമമുണ്ട്. ആണിനുണ്ട് നിയമം, പെണ്ണിനുണ്ട് നിയമം. നോക്കൂ നിങ്ങൾ, ഒരു നിയമം ഞാൻ പറയാം. അല്ലാഹ് പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. ഒരു പുരുഷൻ അവന്റെ കണ്ണുകൾ താഴ്ത്തട്ടെ. അന്യ സ്ത്രീയെ കാണുമ്പോൾ അത് മൊബൈലിലാവട്ടെ, എവിടെ ആവട്ടെ, ഒരു അന്യ സ്ത്രീയെ കാണുമ്പോൾ അവന്റെ കണ്ണുകൾ തനിക്ക് ഹറാമായ ഒരു കാഴ്ചയിലേക്ക് അവന്റെ കണ്ണുകൾ കൊണ്ടുപോകാതിരിക്കട്ടെ. അത് പുരുഷനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹ് സ്ത്രീയോടും പറഞ്ഞു, വഖുലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവളുടെ കണ്ണുകളും അവൾ താഴ്ത്തട്ടെ എന്ന്. ഇത് ഇസ്ലാമിന്റെ നിയമമാണ് സഹോദരങ്ങളെ. ഈ നിയമം എന്തിനാണെന്നറിയോ? വീട് എന്തിനാ ഞാൻ നിങ്ങളൊക്കെ ഇറങ്ങിപ്പോരുമ്പോ പൂട്ടുന്നത്? അയൽവാസി കള്ളനായതുകൊണ്ടാ? അല്ലല്ലോ. ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ കള്ളന്മാരാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് വീട് പൂട്ടുന്നത്? അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ്. ഇസ്ലാമിക നിയമങ്ങളും അങ്ങനെ തന്നെയാണ്. അല്ലെ? റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണമെന്ന് നമ്മളോട് ട്രാഫിക് നിയമം പറയുമ്പോൾ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വലത്. അല്ല, അതൊരു സൊസൈറ്റിയുടെ സുരക്ഷിതത്വത്തിന് എല്ലാവരും പാലിക്കേണ്ട നിയമം. ഇത് മാത്രം ആളുകൾക്ക് മനസ്സിലാവില്ല. അവിടെ പറയുമ്പോൾ സ്ത്രീയും പുരുഷനും അവർ വേർതിരിക്കപ്പെടുന്നത് ഏതോ ഒരു കാടൻ നിയമത്തിന്റെ ഭാഗമാണ് എന്നാണ്. പിന്നെ തൊട്ടാലെന്താ കുഴപ്പം? ഒരു അന്യ സ്ത്രീയെ സ്പർശിച്ചാലെന്താ കുഴപ്പം? ഹസ്തദാനം ചെയ്താലെന്താ കുഴപ്പം? അല്ലെ? അതിന്റെ കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാകുന്നു. ഇസ്ലാം പറഞ്ഞു, ഒരു അന്യ സ്ത്രീ ഒരു പുരുഷന് ഹലാലാകുന്ന ഒരൊറ്റ സാഹചര്യമുള്ളൂ. അത് ഇസ്ലാമിൽ വിവാഹത്തിലൂടെ മാത്രമാണ്. വിവാഹം കഴിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അന്യ സ്ത്രീകൾ ഒരു പുരുഷനെ സംബന്ധിച്ചും പുരുഷന് സ്ത്രീയെ ഒക്കെ ഹറാമ തന്നെയാണ്, വ്യഭിചാരമാണ്. റസൂലുള്ളാഹി പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് ഹൈർ എന്താണെന്നറിയോ? എന്റെ തലയിൽ ഒരു ആണി അടിച്ചു കയറ്റില്ല, ആ വേദന സഹിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഹസ്തദാനം ഞാൻ ചെയ്യൂല, ഇന്നില ഉസാബിഹുനിസാ, സ്ത്രീകളോട് ഞാൻ ഹസ്തദാനം ചെയ്യൂല. റസൂലുള്ളാഹി കാടനായത് കൊണ്ടാണോ? അല്ല. ഒരു സൊസൈറ്റിയുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും ഉത്തമമായ മര്യാദ നിയമങ്ങളുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിനൊക്കെ എതിരാണ് ഇന്ന് സമൂഹത്തിൽ ഉള്ളത്. അപ്പോ പിന്നെ ചോദിക്കും, പെണ്ണുങ്ങളെ കണ്ടാലെന്താ, ഒന്ന് നോക്കിയാലെന്താ? അല്ലേ സഹോദരങ്ങളെ, ഇസ്ലാം പറഞ്ഞെന്താ അറിയോ? ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരാൾ നോക്കാൻ ഒറ്റ നോട്ടമാവാം, അതിനപ്പുറത്തേക്ക് പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. നാട്ടിലൊക്കെ പാടെ പറഞ്ഞുണ്ടാക്കിയാൽ നമുക്ക് പറ്റൂല. നാട്ടിൽ അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുത്ബിഉൻ നളറ ഫഇന്ന ലകൽ ഊല
നിനക്ക് ഒന്നാമത്തെ നോട്ടാവാം, അത് ആരാന്നൊക്കെ പരിചയപ്പെടാം, പക്ഷെ പിന്നെയുണ്ടല്ലോ ആ നോട്ടം, അത് പാടില്ല. അത് നിന്നെ തെറ്റിലേക്ക് എത്തിക്കും. അത് ഇസ്ലാം നിയമമായി വെച്ചത് ആ തെറ്റിൽ നിന്ന് ഈ ഉമ്മത്തിനെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി മാത്രമാണ്. സ്ത്രീ പുരുഷനും അടുത്തൊരു പോയിന്റ് എന്താ നിങ്ങള്, സ്ത്രീയും പുരുഷനും ചെയ്യുന്നതെല്ലാം അല്ലെ, അത് ചെയ്യുന്നതിന്റെ പേരല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പുരുഷന്മാര് ചെയ്യുന്ന ഒക്കെ സ്വാതന്ത്ര്യം ആണോ? അല്ല. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് നൽകപ്പെട്ട ചില കഴിവുകൾ പുരുഷന്മാർക്കില്ല, പുരുഷന്മാർക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ ചില സ്ത്രീകൾക്കില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഒരു പുരുഷൻ വിചാരിച്ചാൽ ഗർഭധാരണം നടക്കുമോ? ഇല്ല. ഇന്ന് അതിനു വേണ്ടിയാണ് സൊസൈറ്റി മുറവിളി കൂട്ടുന്നത്, അല്ലെ? ആണ് പെണ്ണായും പെണ്ണാണായും. എന്തൊരു കൾച്ചറാണ് സഹോദരങ്ങളെ. അതിലേക്ക് പോകുന്ന ആരാന്നറിയും? ഈ കൗമാരത്തിൽ +1 +2 പഠിക്കണേ നമ്മളെ ക്യാമ്പസിലെ കുട്ടികളൊന്ന് പരിശോധിക്കുന്ന, അടുത്തെടുത്ത് പരിചയപ്പെട്ടു നോക്ക്. അവർ ഈ ചിന്താഗതി വല്ലാതെ കൊണ്ടടക്കുന്നുണ്ട്. അറിയോ? അപകടമാണ് സൊസൈറ്റിയുടെ കാര്യം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, കൃത്യതയോടുകൂടി പറഞ്ഞില്ലേ, എന്താണ് അല്ലെ? ഒരു സ്ത്രീക്ക് കഴിയുന്ന ഒരു കാര്യം പുരുഷന് കഴിയില്ല. ഗർഭധാരണം കഴിയോ? ഇല്ല. മുലയൂട്ടാൻ കഴിയോ? ഇല്ല. അത് അവൾക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്. എന്നാലോ ഒരു പുരുഷൻ വഹിക്കുന്ന അത്ര തന്നെ ഭാരം വഹിക്കാൻ കഴിയോ? അതേ വേഗത്തിൽ ഓടാൻ ഒരു സ്ത്രീക്ക് കഴിയോ? ഇല്ല. ഇത് വ്യത്യസ്തമായി റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചതാണ്. നോക്കൂ നിങ്ങൾ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുടുംബം നോക്കാൻ ഒരു ജോലിക്ക് പോകാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും, കഠിനാധ്വാനം ചെയ്യാൻ പറ്റും, രാത്രി ജോലി ചെയ്യാൻ പറ്റും, ഒക്കത്തിനും പറ്റും. ഒരു കുടുംബത്തിന് ഭാരം മുഴുവൻ ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ്, എത്രമാത്രം വലിയ ഭാരമാണ് അവളെ ഏൽപ്പിക്കുന്നത്. മറിച്ച് ഖവ്വാമൂന അലൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർക്ക് നൽകിയ ഖവിയെ, ശക്തി അല്ലെങ്കിൽ ഉത്തരവാദിത്വം, മനോദൃഢത, അത് പ്രത്യേകമായി അവർക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്ന ഈ പവിത്രമായ ആദർശത്തെ ചേർത്ത് പിടിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഒരു മതനിരാസത്തിന്റെ കാഴ്ചപ്പാട് വല്ലാതെ വളർന്നു വരുന്നു. ഇതിനൊന്നൊരു അള്ള വേണ്ട. ഒരു കുഴൽക്കിണറിൽ പോണ കുട്ടിയെ എന്തേ നിങ്ങൾ അള്ള രക്ഷിക്കാഞ്ഞത് എന്ന് ചോദിക്കാം മനുഷ്യന്മാര്, അല്ലെ? ആ കുഴൽക്കിണർ കുത്തുവിന് അതിന്റെ അടപ്പിടലിനെ കുറിച്ച് അവൻ ചിന്തിക്കൂല. അത് മനുഷ്യൻ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെയാണ് അപകടത്തെ കുറിച്ച് പറയുന്നത്. അള്ള പറഞ്ഞാണ് ഈ ഭൂമിയിൽ കുഴപ്പം, ആകാശഭൂമിയിൽ കുഴപ്പമുണ്ടായതൊക്കെ മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന് വേറെ ദുരന്താണ്. അള്ളാഹു പരീക്ഷണമായി നൽകുന്നതും ഉണ്ടാകും. അതുകൊണ്ട് വിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പിന് നൽകിയിട്ടുള്ള ആ സുരക്ഷിതമായ മാർഗത്തെ നമ്മൾ സ്വീകരിക്കുക. നിങ്ങൾ എല്ലാവരും മണിക്കൂർ കണക്കിന് ടിവിയിൽ വാർത്തകൾ കേൾക്കുമ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് എവിടെയെങ്കിലും മനസ്സിലായി നമ്മൾ കുറച്ച് മോശക്കാരാണോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയത്തക്കാരായി എന്ന് അറിയാം. അത്ര ചിന്തിക്കണ്ടുള്ളൂ. ഓരോ വാർത്തകൾ വരുമ്പോൾ ചാനലുകൾ മണിക്കൂർ കണക്കിന് ചർച്ച ചെയ്ത് ഇസ്ലാം എന്ന പവിത്രമായ ആദർശത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അള്ളാഹിന്റെ ദീനിന്റെ ഓരോ കൽപ്പനകളും ശരിയാവണ്ണം പരിശോധിച്ചാൽ ഈ ഉമ്മത്തിന് എന്നല്ല, ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പവിത്രമായി ജീവിക്കാനും ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ടു പോകുവാനുമുള്ള നിയമങ്ങളാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാവുകയും കൃത്യതയോടുകൂടി പഠിക്കുകയും എന്താണ് ഇസ്ലാം എന്ന് അറിഞ്ഞു ഉൾക്കൊള്ളുകയും ചെയ്തെങ്കിലേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. പ്രവാചകന്റെ കാലത്ത് ദുരിതപൂർണമായ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. സഹാബത്തിന് ഷഹീദാകുവാനും അതുപോലെ തന്നെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുവാനുമുള്ള അവസരമുണ്ടായിരുന്നു. നമ്മൾ സുഖിയന്മാരും ധനാഢ്യന്മാരും നല്ല സൊസൈറ്റിയിൽ ജീവിക്കാൻ അവസരം ലഭിച്ച നല്ല ആളുകളാണ്. നമുക്ക് പരീക്ഷണങ്ങൾ കുറവെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ഇസ്ലാമിൽ സമ്പൂർണമായ ജീവിതത്തെ പൂർത്തീകരിച്ച് മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായി ഇസ്ലാമിൽ ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നമ്മൾ അറിയുക. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ദ്വിമുഖന്മാരെയാണ്. കുറെ ഉൾക്കൊള്ളുക, കുറെ ഉൾക്കൊള്ളാതിരിക്കുക. ഹർഫിൻ, ഒരു തെല്ലിൽ നിന്നുകൊണ്ട് മതത്തെ കാണുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കുറെ അവർക്ക് ഇഷ്ടപ്പെടും, കുറെ ഇഷ്ടപ്പെടില്ല. സ്വഹീഹായ ഹദീസ് ചിലത് പറ്റും, ചിലത് പറ്റൂല. ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കണം എന്ന് പറയും. ഇങ്ങനെ ഇസ്ലാമിനെ വക്രീകരിക്കുന്ന ധാരാളം അന്തരീക്ഷത്തിലൂടെ ജീവിക്കുമ്പോ സഹോദരങ്ങളെ, എന്റെ മനസ്സെവിടെ നിൽക്കുന്നു, ഞാൻ
ഉൾക്കൊള്ളുന്ന പവിത്രമായ ദീനുൽ ഇസ്ലാമിൽ എന്റെ അറിവോടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ദീന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അഭിമാനബോധത്തോടു കൂടി ഇഖ്ലാസോടു കൂടി തഖ്വയോടു കൂടി അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയ റമളാനിന് തൊട്ടു മുമ്പുള്ള ശഅബാനിലേക്ക് എത്താനിരിക്കുന്നു. നാളെ ശഅബാൻ 1. ഇൻഷാ അല്ലാഹ് ഈ ശഅബാനുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ മാസത്തിൽ അങ്ങ് ധാരാളമായി വ്രതമനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അങ്ങ് വ്രതമെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ റമളാൻ കഴിഞ്ഞ നോമ്പനുഷ്ഠിച്ചിരുന്ന മാസം ശഅബാൻ മാസം. ഏതുവരെ ഒരു ഹദീസിൽ കാണാൻ പറ്റും ശഅബാൻ മുഴുവനും റസൂലുള്ളാഹി നോമ്പനുഷ്ഠിച്ചു എന്ന്. എന്താണ് അതിന് കാരണം? റസൂലുള്ളാഹി പറഞ്ഞത്, ദാലിക ശഹ്റുൻ, ഈ മാസത്തിന് പ്രത്യേകത ഉണ്ട്. യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാനിൻ, റമളാനിനും റജബിനും ഇടയിലുള്ള ഈ മാസത്തെ ആളുകൾ അശ്രദ്ധമായി പോയി ഇതിന്റെ ഗൗരവം കാണാതെ പോകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, മനുഷ്യരുടെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വാഇം, എന്തുകൊണ്ട് ഞാൻ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നു? എന്റെ അമല് അള്ളാഹു സ്വീകരിക്കുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം. പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ കൂടുതൽ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ച മാസം. റമളാനിനെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിപ്പിച്ച് ചിട്ടയായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഉള്ള മാസം. മാത്രമല്ല, വിട്ടുപോയ നോമ്പുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കാൻ അവസരം ലഭിക്കുന്നതാണ്. ഇങ്ങനെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ 15-ന് പ്രത്യേകമായ നോമ്പുണ്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ വലിയ ഫിത്തന ഉണ്ടാക്കുന്ന ആളുകളെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഇതിലെ ദിനങ്ങളിൽ തിങ്കളും വ്യാഴവും അയ്യാമുൽ ബീദും ഒക്കെ ആയ നോമ്പുകൾ പ്രവാചകൻ പഠിപ്പിച്ചു. പ്രത്യേകമായ 15-ന് ഒരു നോമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മാസത്തെ കുറിച്ച് നാം കൃത്യമായി ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ നമുക്കൊരു റമളാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ആ റമളാനിനെ സമ്പൂർണമായി സ്വീകരിക്കാൻ ഒരു ഒരുക്കത്തിനു വേണ്ടി തന്റെ ജീവിതത്തിലെ തിരക്കുകളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഇൻഷാ അല്ലാഹ് റമളാൻ സമാഗതമാവുകയാണല്ലോ, ഇതിനൊന്നു കൂടി പഠിച്ച് റമളാനിലേക്കൊന്ന് ഒരുങ്ങി നമുക്കൊന്ന് ചിട്ടയാകാനുള്ള മാസം കൂടിയായി ഇതിനെ കാണണം. ദീനിലില്ലാത്തതൊന്നും ചെയ്താൽ അത് ദീനിലുള്ളത് ചെയ്തെങ്കിലേ പ്രതിഫലമുള്ളൂ. ദീനിലില്ലാത്തത് ചെയ്താൽ ഉള്ള പ്രതിഫലം കൂടി നഷ്ടപ്പെടും എന്ന തിരിച്ചറിവോട് കൂടി അമലിലേക്ക് പ്രവേശിക്കാൻ, വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും അള്ളാഹു കാത്തു സംരക്ഷിക്കും.
സംരക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസോട് കൂടി ദീനിനെ ഉൾക്കൊള്ളുവാനും ദീനിനെ പഠിക്കുവാനുമുള്ള മാനസികമായ സ്ഥൈര്യം റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന മഗ്ഫിറത്തും മർഹമത്തും അവർക്ക് ലഭിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ഖൈറും ബർക്കത്തും ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സഹോദരങ്ങൾക്കും അള്ളാഹു യഥാർത്ഥമായ മുത്തഖീങ്ങളായി ജീവിക്കുവാനുള്ള സാഹചര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.